Good morning. Good morning, ma'am. Okay. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Okay, good morning. എങ്ങനെയുണ്ടായിരുന്നു വിഷു ഒക്കെ? എല്ലാരും നന്നായിട്ട് ആഘോഷിച്ചോ? ma'am. നന്നായിരുന്നു. നന്നായിരുന്നു അല്ലേ? അപ്പൊ ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ? നിങ്ങള് വായിച്ചു നോക്കാൻ പറ്റിയോ? വായിച്ചു. അതാണ് ആരുടെ ഉണ്ണിവാമയാണ് അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ ശരി, തന്നെ ഓൾ മ്യൂട്ട് ചെയ്യാണ്. തുടങ്ങാം കേട്ടോ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ഏതായിരുന്നു അത്? ഫാർമസി. ഓക്കെ, ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്താണ് ഫാർമസി എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഫാർമസി എന്താണെന്നും പിന്നെ നമ്മളൊരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ചില ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. പിന്നെന്താണ് ഒബ്ജക്റ്റീവ്സ് അല്ലെ? ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ അല്ലെ? അവരുടെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്? ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ. ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൗകര്യങ്ങളാണ് കേട്ടോ. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ഫാർമസിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, located in the first floor or in the ground floor. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എവിടെയായിരിക്കണം ലൊക്കേഷൻ? ഒരു ഫാർമസിയുടെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിലോ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം ഇതിന്റെ സ്ഥാനം, ഫാർമസിയുടെ ലൊക്കേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചിട്ട് നമ്മൾ എവിടെയാ പറഞ്ഞ ലൊക്കേഷൻ? ഗ്രൗണ്ട് ഫ്ലോർ ആണ് പറഞ്ഞത് അല്ലെ? ഓക്കെ, ഇപ്പൊ ഫാർമസിക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെങ്കിലോ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം ഫാർമസിയുടെ ലൊക്കേഷൻ കേട്ടോ. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഓപ്ഷനകത്ത് ഏതെങ്കിലും ഒന്നാവും ചിലപ്പോ തരുന്നത്. ചിലപ്പോ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റുള്ള പിന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെയൊക്കെ തരും. ഓക്കെ, ചിലതില് രണ്ടും തരികയാണെങ്കിൽ ബോത്ത് A and B, ബോത്ത് ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് എന്താ പറയാ ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, OP pharmacy should have a grand appearance and must have enough space the patients who should wait for the medicines. അതായത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഫാർമസി, ഔട്ട് പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്ന ഫാർമസി അല്ലെ? അപ്പൊ അത്തരം ഫാർമസിയില് ഒരു അത്യാവശ്യം ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പ്രൊഫഷണാലിസം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചുറ്റുപാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പിയറൻസ് ആണ് ഇതിന് വേണ്ടത്, ഒരു ഫാർമസിക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഔട്ട് പേഷ്യന്റ് ഫാർമസി അല്ലെ? എന്ന് വെച്ചാൽ പുറമേ നിന്ന് വരുന്ന പേഷ്യൻസുകൾ മരുന്ന് വാങ്ങാൻ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം മെഡിസിൻസ് വാങ്ങാൻ വരുന്ന പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള സ്പേസും എവിടെ ഉണ്ടായിരിക്കണം? OP ഫാർമസിക്ക് ഉണ്ടായിരിക്കണം അല്ലെ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. OP ഫാർമസി ഷുഡ് ഹാവ് എ ഗ്രാൻഡ് അപ്പിയറൻസ് ആൻഡ് മസ്റ്റ് ഹാവ് ഇനഫ് സ്പേസ് the patients who should wait for medicines. മെഡിസിൻസ് വാങ്ങാനായിട്ടിരിക്കുന്ന പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള ഇനഫ് സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? OP ഫാർമസി, OP വിസിറ്റ്, അതായത് ഔട്ട് പേഷ്യന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയാണ് ഈ പറയുന്നത്. OP വെയിറ്റിംഗ് റൂം ഷുഡ് ഗീവ് എ പ്രൊഫഷണൽ ലുക്ക് കേട്ടോ. അതായത് ഈ പറയുന്ന ഔട്ട് പേഷ്യൻസിന് ഇരിക്കുന്ന ആ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടല്ലോ, ഫാർമസിക്ക് മുന്നിലായിട്ട് അവരിയ്ക്കുന്ന ആ ഒരു വെയിറ്റിംഗ് റൂമിന് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഫഷണാലിസം കൊണ്ടുവരാന്നൊക്കെ ഉള്ളത് ഒരു ഫാർമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഔട്ട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയില് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം അവിടുത്തെ ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കേണ്ടത്. കാര്യം നോക്കിയേ, there should be educative posters on health and hygiene and literature for reading. ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഹെൽത്ത് ആൻഡ് ഹൈജീനെ സംബന്ധിക്കുന്ന വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ ലിറ്ററേച്ചർ ഫോർ റീഡിങ്, നമുക്ക് അത്യാവശ്യം
വായിക്കാനുള്ള ബുക്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാഗസിൻസുകളോ കാര്യങ്ങളോ അവിടെ അവൈലബിൾ ആക്കിയിരിക്കണം. അതിന് ഒരുപാട് സമയം അവരവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ചിലപ്പോൾ മരുന്നൊക്കെ വാങ്ങാൻ കുറച്ച് അധികം സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സമയത്ത് അവർക്ക് എന്താണ് ഈ പറയുന്ന എന്തെങ്കിലും വായിക്കാൻ എന്തെങ്കിലും മാഗസിൻസോ വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള മാഗസിൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീനെ സംബന്ധിക്കുന്ന പോസ്റ്ററുകൾ, അതൊക്കെ ആ ഒരു എന്താ പറയാ വെയിറ്റിംഗ് റൂമിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ഫാർമസിയുടെ അവിടെ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം വാളിലൊക്കെ എന്തെങ്കിലും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളെ പറ്റിയുള്ള ചില എന്താ പറയാ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ കോവിഡ് സമയമൊക്കെ ആണെങ്കിൽ ഹാൻഡ് വാഷിങ്ങിനെ പറ്റിയിട്ടുള്ള കുറെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റർ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അറിയാതെയൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നോക്കി നമ്മൾ പലതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നതാണ് suitable space must be given for the regular manufacturing of stock solution, powders, ointments, etc. The manufacturing room should be near the pharmacy. അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റോക്ക് സൊല്യൂഷൻ മാനുഫാക്ചർ ചെയ്യാണ്. എന്താണ് ഈ സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് കേട്ടോ. നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോക്ക് സൊല്യൂഷൻ ആണ് പറയാ. അത് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിന് ആവശ്യാനുസരണം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ പിന്നീട് മറ്റുള്ള ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് മരുന്നുകൾ മറ്റും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് സൊല്യൂഷൻസ്, അതുപോലെ പൗഡറുകൾ, ഓയിൽമെന്റുകൾ, അങ്ങനെയുള്ളതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് എന്തിനോട് ചേർന്നുണ്ടായിരിക്കണം? ഫാർമസിയോട് ചേർന്ന് ഉണ്ടായിരിക്കണം. എല്ലാ മരുന്നും അവിടെ മാനുഫാക്ചർ ചെയ്യണമെന്നില്ല കേട്ടോ. ചില മരുന്നുകൾ അവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. മറ്റ് മെജോറിറ്റി മരുന്നുകൾ ഒരു പക്ഷെ നമ്മൾ സപ്ലൈസ് ചെയ്ത് വാങ്ങുന്നതായിരിക്കും ചെയ്യുന്നത്. അപ്പൊ മാനുഫാക്ചർ ചെയ്യുന്നവരുടെ കേസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡർ, ഓയിൽമെന്റ്, അതൊക്കെ റെഗുലർ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ സ്പേസ് ഈ ഒരു ഫാർമസിയോട് അനുബന്ധിച്ചുണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. The manufacturing room should be near the pharmacy. മാനുഫാക്ചറിംഗ് റൂം ഒരുപാട് അതിൽ കൊണ്ടാണ് വെക്കേണ്ടത്, അല്ലാതെ ഫാർമസിയോട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഫാർമസിയോട് ചേർന്നായിരിക്കണം ഈ ഒരു മാനുഫാക്ചറിംഗ് റൂം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പറയുന്നത്. ഒരു ഫാർമസിയുടെ ലൊക്കേഷൻ, അതിന്റെ സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് 4ാമത്തെ പോയിന്റ് പറയുന്നത് ഓഫീസ് ഓഫ് ദ ചീഫ് അല്ലെ. ചീഫിലിരിക്കാനുള്ള അല്ലെ, ഫാർമസിയുടെ ചീഫിലിരിക്കാനുള്ള ഒരു പ്രത്യേകം ഓഫീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, അപ്പൊ മരുന്നുകളൊക്കെ ആണെങ്കിൽ പാക്ക് ചെയ്യാനും ലേബൽ ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ഒരു ഏരിയ അതിനായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയ അല്ലെ. ഇപ്പൊ നമ്മൾ പല ടൈപ്പ് മരുന്നുകളൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ഈ ആന്റിബയോട്ടിക്സ്, ഇൻസുലിൻ പോലെയുള്ള മരുന്നുകൾ, വിറ്റമിൻസ്, സെറം, അങ്ങനെയുള്ള മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞാല് അത് നമ്മൾ കോൾഡ് സ്റ്റോറേജ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. റെഫ്രിജറേറ്ററിൽ, ഫ്രീസറിലൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ ഫാർമസിയോട് അനുബന്ധിച്ച് ഉണ്ടായിരിക്കണം അല്ലെ. കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് റിസർച്ച് വിങ് ആണ് അല്ലെ. റിസർച്ച് വിങ്, ഗവേഷണ വിഭാഗങ്ങൾ. അതായത് ഇപ്പൊ മരുന്നുകളൊക്കെ അവിടെ മാനുഫാക്ചർ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നതിനായിട്ടൊരു, ഇത് അത്യാവശ്യം വലിയൊരു ഫാർമസിനെ പറ്റിയിട്ടാണ് ഇവരിവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫാർമസി സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം അല്ലെ. ഫാർമസിയിലെ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ലൈബ്രറി ഉണ്ടായിരിക്കണം. എന്തായാലും റിസർച്ച് വിങ് ഉണ്ട് അല്ലെ. റിസർച്ച് വിങ് ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് എന്തുണ്ടായിരിക്കും? ലൈബ്രറി ഉണ്ടായിരിക്കും. അത്യാവശ്യം വേണ്ട ബുക്സുകളും എന്തെങ്കിലും റെഫറൻസോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ, മരുന്നുകളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ടുള്ള ബുക്സുകളൊക്കെ ഉൾപ്പെടുന്ന ലൈബ്രറിയും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ് പറയുന്നത് 10ാമത്തെ പോയിന്റ്, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. അതാണ് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. നമ്മള് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ ന്യൂക്ലിയർ മെഡിസിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചില റേഡിയോ ഐസോട്ടോപ്പുകൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. മെഡിസിൻ പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ, അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അത് ഡിസ്പെൻസ് ചെയ്യുന്നതിനുമായിട്ടുള്ള പ്രത്യേക ഏരിയകൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്.
ഡ്രഗ്സും അതിന്റെ സ്റ്റോറേജിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഓരോ മരുന്നുകളും ജനറൽ ഡ്രഗ്സ് ഉണ്ട്, അതിനകത്ത് നാർക്കോട്ടിക് ഡ്രഗ്സ് വരുന്നുണ്ട്, അതുപോലെ റേഡിയോ ഐസോ അങ്ങനെയൊക്കെ വരുന്ന ഡ്രഗ്സുകളുണ്ട്. ഓരോ മരുന്നുകളും സ്റ്റോറേജ് വ്യത്യാസമുണ്ട്. ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയല്ല നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എല്ലാത്തിന്റെയും സ്റ്റോറേജിന് എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിൽ റേഡിയോ ഐസോട്ടോപ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചിരിക്കേണ്ട മെഡിസിൻസുകളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ ഉണ്ടായിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? നോക്കാം കേട്ടോ, എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് വായിക്കാം. An unsteady form of a chemical element that releases radiation since it breaks down and becomes more stable. റേഡിയോ ഐസോട്ടോപ്പ് ആ പേരിൽ തന്നെ കിടപ്പുണ്ട്. റേഡിയോ ഐസോട്ടോപ്പ് ആണ്, റേഡിയേഷൻസിനെ പുറത്തുവിടുന്ന എന്താണ് അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇലമെന്റ് ആണ് കേട്ടോ. അത് ഒട്ടും സ്ഥിരതയില്ലാത്ത ഒരു കെമിക്കൽ ഇലമെന്റ് ആണ്. അപ്പൊ അതെങ്ങനെ സ്ഥിരത സ്റ്റേബിൾ ആവുന്നത് എങ്ങനെയാണ്? റേഡിയേഷൻസിനെ പുറത്തു വിട്ടുകൊണ്ടാണ് അതൊരു സ്റ്റേബിൾ ഇലമെന്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് ഒരു സ്ഥിരതയില്ലാത്ത അസ്ഥിരമായിട്ടുള്ള ഒരു കെമിക്കൽ ഇലമെന്റ് ആണ്. അത് പയ്യെ പയ്യെ ബ്രേക്ക് ഡൗൺ ആയത് പയ്യെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ റേഡിയേഷൻസിന് പുറത്തു വിട്ടുകൊണ്ടാണ് ഇത് ഒരു സ്റ്റേബിൾ ഇലമെന്റ് ആയിട്ട് അത് മാറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂക്ലിയർ മെഡിസിനിൽ നമ്മൾ പഠിച്ചതാണ് ഇത്തരം റേഡിയോ ഐസോട്ടോപ്പുകള് ഇമേജിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അത് തന്നെ കറക്റ്റ് ആണ്. ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ അത് പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് റേഡിയോ ഐസോട്ടോപ്പ് കേട്ടോ. ഇൻ മെഡിസിൻ ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ്, ടെസ്റ്റ് ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ച കാര്യമാണ്. All radioactive isotopes should be stored in a secure or when they are not in use. അപ്പൊ നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പുകൾ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് വളരെ സെക്യൂർ ആയിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്, വളരെ സുരക്ഷിതമായിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. കാര്യം എന്താന്ന് വെച്ചാൽ they are stored in a laboratory. The lab must be locked when they are not in use. നമ്മൾ ഒരു ലാബിനകത്താണ് ഇത്തരം റേഡിയോ ഐസോട്ടോപ്സ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ലാബ് എപ്പോഴും എന്തായിരിക്കണം, ഉപയോഗിക്കാത്ത സമയത്ത് ലോക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഐസോട്ടോപ്പ് is stored in refrigerator or freezers in a lab or hallway. The refrigerator or freezer must be locked. ഇനി നമ്മളൊരു റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലോ ആണ് ഈ ഐസോട്ടോപ്പിനെ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ഫ്രീസർ നമ്മൾ നിർബന്ധമായിട്ടും ലോക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ, ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ലൊക്കേഷൻ എവിടെയായിരിക്കണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം. അതുപോലെ ഒരു OP ഫാർമസിയുടെ ലുക്ക് എങ്ങനെയായിരിക്കും, ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കും, ഒരു പ്രൊഫഷണൽ ലുക്ക് അവിടെ ഉണ്ടായിരിക്കണം. മരുന്നുകൾ വാങ്ങാനായിട്ട് ഇരിക്കുന്ന ഔട്ട് പേഷ്യൻസിന് വെയിറ്റിംഗ് സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡർ, ഓയിൽമെന്റുകൾ അവയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള സ്യൂട്ടബിൾ സ്പേസ് ഫാർമസിയോട് അനുബന്ധിച്ചുണ്ടായിരിക്കണം. ചീഫിനായിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. പാക്കേജിംഗ്, ലേബലിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയ, അങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജ് ആയിട്ട് സൂക്ഷിക്കുന്ന മരുന്നുകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. ഒരു റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. അതിനോടനുബന്ധിച്ച് ലൈബ്രറി ഉണ്ടായിരിക്കണം. ഫാർമസി സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. അതുപോലെ റേഡിയോ ഐസോട്ടോപ്പുകൾ, അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ മെഡിസിനൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന അത്തരം മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏരിയകൾ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കുക, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇലമെന്റ് ആണ്. അത് ബ്രേക്ക് ഡൗൺ ആയി റേഡിയേഷൻസിന് പുറത്തു വിട്ടുകൊണ്ടാണ് അതൊരു സ്റ്റേബിൾ ഇലമെന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? ഇൻഫ്രാസ്ട്രക്ചർ ക്ലിയർ ആണോ? ഇനി നോക്കുക കേട്ടോ. എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഇനി ഇത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു. ഇനി ഒരു ഫാർമസിയില് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ എക്യുപ്മെന്റുകളാണ് നോർമലി നമ്മൾ ഒരു ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ? അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ കേസ്. എന്താണ് പ്രിസ്ക്രിപ്ഷൻ കേസ്? നമുക്കറിയാം മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു ട്രേ പോലെ ഒരു കേസ്, അതിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ്, വരുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ഒരു കേസ്, ഒരു ട്രേ പോലെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം അല്ലെ? ഓക്കെ, ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ് വേണം. പിന്നെ എന്താണ്? ഡ്രഗ് സ്റ്റോക്ക് കവേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ട്രോളേഴ്സ് കേട്ടോ.
ഡ്രഗ് സ്റ്റോക്ക് കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽസ് ആൻഡ് ഡ്രോയേഴ്സ്. ഈ ഡ്രഗ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിനായിട്ട് ആവശ്യം വേണ്ട കബേർഡുകളും ഡ്രോയറുകളും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്, സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബേർഡ് ബേസ്. ഓരോ കബേർഡിലായിട്ട് സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്തെ നിങ്ങൾ ബില്ല് പേ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരുടെ സിസ്റ്റത്തിന്റെ അടിയിൽ ഒരു ഡ്രോയർ ഉണ്ടാവും. ആ ഡ്രോയറിനകത്ത് ഇങ്ങനെ ഓരോരോ സെക്ഷണൽ ക്യാബിനറ്റ് ഉണ്ട്. 1 രൂപ കോയിനുകൾ മാത്രം ഉള്ളത്, 5 രൂപ കോയിൻ, 10 രൂപ കോയിൻസ്, നോട്ടുകൾ മാത്രം, അങ്ങനെ ഒരു സെക്ഷണൽ ക്യാബിനറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡ്രോയറിൽ നിന്നാണ് ഒരു പൈസ ഒക്കെ എടുത്ത് നമുക്ക് തന്നെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബേർഡ് ബേസ് കേട്ടോ. ആ ഒരു കബേർഡിനെ ബേസ് ചെയ്തിട്ട് സെക്ഷണൽ ക്യാബിനറ്റ്, അപ്പൊ ഓരോരോ പെർട്ടിക്കുലർ മരുന്നുകളൊക്കെ ഇങ്ങനെ ഒരു സെക്ഷൻ തിരിച്ചൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സൗകര്യം ഒരുക്കുന്നത് കേട്ടോ, സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റുകള്. പിന്നെന്താ പറയുന്നത്, വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ് കേട്ടോ. വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ ദ റെഗുലർ ഡിസ്പെൻസിങ്. ഈ പറയുന്ന മരുന്നുകള് ഡിസ്പെൻസ് ചെയ്യുന്നതിനായിട്ടുള്ള വർക്ക് ടേബിളുകള്, അതുപോലെ തന്നെ കൗണ്ടറുകള് എല്ലാം ഉണ്ടായിരിക്കണം അല്ലെ. പ്രത്യേക വരുന്ന ആൾക്കാരുടെ പ്രിസ്ക്രിപ്ഷൻ സ്വീകരിക്കാനും മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നതോ എല്ലാം ഒരേ കൗണ്ടറിലൂടെയാണ് ചെയ്യുന്നത്, അല്ല വ്യത്യസ്ത കൗണ്ടറിലൂടെയാണ് അല്ലെ. അതിനുള്ള വർക്ക് ടേബിൾസും കൗണ്ടറുകളൊക്കെ ഉണ്ടായിരിക്കണം. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോൾ, സിങ്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അത്യാവശ്യം നമ്മൾ മരുന്നുകളൊക്കെ എടുത്ത് കൈ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗ്ലാസോ ബീക്കറോ ഫണൽസുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് അത്യാവശ്യം നമുക്ക് സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. പിന്നെ എന്താണ്, ക്യാബിനറ്റ് ടു സ്റ്റോർ ദ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് കേട്ടോ. മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ഇടിക്കുകയും ചതയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പണ്ട് മെഡിമിക്സിന്റെ ഒക്കെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാവും. വീട്ടിലെ ഉള്ളിയൊക്കെ ചതയ്ക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അത് തന്നെ ആ സംഭവം കേട്ടോ, മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്നാണ് പറയുന്നത്. മെഡിമിക്സിന്റെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്? അതെ, എന്റെ വീട്ടിലൊക്കെ ഉള്ളിയൊക്കെ ഇട്ട് ചതയ്ക്കുന്നതൊക്കെ ഒരു സാധനത്തിലാണ്. അപ്പൊ അത്തരത്തിലുള്ള മോർട്ടാർ, ഈ മരുന്നുകളൊക്കെ എന്തെങ്കിലും ഇടിക്കാനോ ചതയ്ക്കാനോ പൊടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പ്രത്യേക ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്, കബേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ കേട്ടോ. ഈ പറയുന്ന ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്കുകള്, ഫണലുകള്, ബീക്കറുകള്, അതൊക്കെ വെക്കാനായിട്ട് പ്രത്യേകം കബേർഡുകൾ വേണം. കാരണം അത് പൊട്ടുന്ന സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അതൊക്കെ പ്രത്യേകം സ്റ്റോർ ചെയ്യാൻ ക്യാബിനറ്റുകൾ മീൻസ് കബേർഡുകൾ ഉണ്ടായിരിക്കണം. പിന്നെ റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി, അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളൊരു റെഫ്രിജറേറ്റർ, കോൾഡ് സ്റ്റോറേജ് ആയിട്ട് വെക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനായിട്ടുള്ള റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന അനസ്തേഷ്യ അങ്ങനെയുള്ള പല പർപ്പസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടായിരിക്കും, നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം മരുന്നുകൾ വളരെ സെക്യൂർ ആയിട്ടാണ് സൂക്ഷിക്കേണ്ടത്. അതിനായിട്ട് പ്രത്യേകം എന്താ പറയുക, സേഫ് സെപ്പറേറ്റ് ലോക്ക്ഡ് ആയിട്ടുള്ള ഡ്രോയറുകളും മറ്റും ഉണ്ടായിരിക്കണം. പിന്നെ ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്, അത്യാവശ്യം ടെലിഫോൺ കണക്ഷനും ഫയലൊക്കെ വെക്കാനുള്ള ക്യാബിനറ്റ് ഉൾപ്പെടുന്ന ഒരു ഓഫീസ് ഡെസ്ക്. പിന്നെ ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് എന്നാണ് കേട്ടോ, മത്സസ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്, നഴ്സസ് എന്നാക്കുക കേട്ടോ. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ് കേട്ടോ. ഔട്ട് പേഷ്യൻസിനും നഴ്സസിനൊക്കെ ആയിട്ട് ഈ പറയുന്ന ഡിസ്പെൻസിങ് വിൻഡോ, അതായത് മരുന്നുകൾ ഇപ്പൊ നഴ്സസിന് വിതരണം ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഇൻപേഷ്യൻസ് ഉണ്ടായിരിക്കും, ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കുള്ള മരുന്നുകളും ഫാർമസിയിലാണ് പോകുന്നത്. അവിടെ നഴ്സുമാരെ വന്നിട്ടാണ് കളക്ട് ചെയ്യുക. അപ്പൊ നഴ്സസിന് ഈ പറയുന്ന ഇൻപേഷ്യൻസിന് കൊടുക്കാനായിട്ടുള്ള പ്രത്യേക ഡിസ്പെൻസിങ് വിൻഡോ ഉണ്ടായിരിക്കണം. അതുപോലെ പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസ്, ഔട്ട് പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യാനുള്ള മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള അതിനൊരു സെപ്പറേറ്റ് ഡിസ്പെൻസിങ് വിൻഡോസും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു എന്താ പറയാ ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് കേട്ടോ, അടുത്തത് നമ്മൾ പഠിക്കുന്നത്, അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ക്ലിയർ ആണല്ലോ. ഒരു ഫാർമസിക്ക് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് പഠിക്കാൻ പോകുന്നത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. സ്റ്റാഫിങ്ങിനെ പറ്റിയാണ്. ഒരു ഫാർമസിയിലെ സ്റ്റാഫിങ്ങിനെ പറ്റി പഠിക്കുന്നത്. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, there should be drug and therapeutic committee for the advice and decision making. അതായത് ഒരു ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ഫാർമസിക്ക്, ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ ഗൈഡ് ചെയ്യാനും അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതിനുമായിട്ട് ഒരു കമ്മിറ്റി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്.
ആ കമ്മിറ്റീനെ നമ്മൾ പറയാ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റീനെ DTC എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. DTC, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ കമ്മിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മള് ഫാർമസിയുടെ ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞപ്പോ അതിനകത്ത് ഒരു പോയിന്റ് പറഞ്ഞു അല്ലെ, ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഫാർമസിയുടെ ലക്ഷ്യമാണെന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഗൈഡ് ലൈൻസും മറ്റും കൊടുക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും. ഫാർമസി സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനുമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് ഡിസ്റ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ബെഡ് കേട്ടോ. ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് കൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ എണ്ണം നമ്മൾ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, അവിടുത്തെ ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് കൊണ്ടാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബെഡ് സ്ട്രെങ്ത്. അതായത് നമ്പർ ഓഫ് ബെഡ്സ്, ബെഡുകളുടെ എണ്ണത്തിനനുസരിച്ച് ആ ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് 3 വർഷം. ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. ഇതിനെ ആശ്രയിച്ചിരിക്കുന്നത് ബെഡ് സ്ട്രെങ്തിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സിനെ ആശ്രയിച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടാബുലാർ കോളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടാബുലാർ കോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. നോക്കൂ, ബെഡ് സ്ട്രെങ്ത്, നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്. ആദ്യത്തെ നോക്കാം. അപ്പൊ ഇത്ര ബെഡ് സ്ട്രെങ്ത് വരെ ഉള്ളതിന് എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ചോദിക്കാം. ബെഡ് സ്ട്രെങ്ത് തന്നിട്ട് ഇത്രയും ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണം അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. തിരിച്ചും ചോദിക്കാം. ഫാർമസിസ്റ്റുകളുടെ എണ്ണം തന്നിട്ട് എത്ര ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിനാണ് ഇന്നും ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റത്തെ നോക്കിയേ, അപ് ടു 50 ബെഡ്സ്, 50 ബെഡുകൾ വരെയാണെങ്കിൽ, 50 ആണ് ബെഡ് സ്ട്രെങ്ത് എങ്കിൽ എത്ര ഫാർമസിസ്റ്റുകൾ ആവശ്യമാണ്? 3 ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. 3 ഫാർമസിസ്റ്റുകളാണ് ആവശ്യം. ഓർക്കുക, 50 വരെയാണ് ബെഡ് സ്ട്രെങ്ത് എങ്കിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണം? 3 വേണം. അപ് ടു 100 ബെഡ്സ്, 100 വരെ, ഓക്കെ, 100 ബെഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 5 കേട്ടോ, 5 ഫാർമസിസ്റ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ് ടു 200 ബെഡ്സ്, 200 ബെഡ്സ് വരെയാണെങ്കിൽ 8 ഫാർമസിസ്റ്റുകൾ കേട്ടോ. എത്രയാണ്? 8 ആണ്. അടുത്തത് അപ് ടു 300 ബെഡ്സ് കേട്ടോ, 300 ബെഡ്സ് വരെയാണെങ്കിൽ എത്ര ഫാർമസിസ്റ്റുകൾ ആവശ്യമുണ്ട്? 10 ഫാർമസിസ്റ്റുകൾ ആവശ്യമുണ്ട്. അപ് ടു 500 ബെഡ്സ് ആണെങ്കിൽ, 500 ബെഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, 500 ബെഡുകൾ ഉണ്ടെങ്കിൽ 15 ഫാർമസിസ്റ്റുകളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഒന്നുകൂടെ വായിക്കാണ്. 50 ബെഡ് വരെയാണെങ്കിൽ 3 അല്ലെ, 100 ബെഡ് വരെയാണെങ്കിൽ 5, 200 ബെഡ് വരെയാണെങ്കിൽ 8 ഫാർമസിസ്റ്റുകള്, 300 ബെഡ് വരെയാണെങ്കിൽ 10, ഓക്കെ, 300 ബെഡ് വരെയാണെങ്കിൽ 10, 500 ബെഡ് വരെയാണെങ്കിൽ 15 ഫാർമസിസ്റ്റുകളാണ് അവിടെ ആവശ്യമായിട്ട് ഉള്ളത്. ഇതെങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ബെഡ് സ്ട്രെങ്ത് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും എത്ര ഫാർമസിസ്റ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. തിരിച്ചും തരാം. ഫാർമസിസ്റ്റുകളുടെ എണ്ണം തന്നിട്ട് എത്ര ബെഡ് സ്ട്രെങ്ത് വരെയുള്ള ഹോസ്പിറ്റലിലാണ് ആവശ്യമായിട്ടുള്ളത്, എത്രയും ഫാർമസിസ്റ്റുകൾ ആവശ്യമുണ്ടെന്ന് അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത് പ്രത്യേകം തന്നെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത്രയാണ് അതിനെന്താ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത്. ബെഡ് സ്ട്രെങ്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫാർമസിസ്റ്റുകളുടെ എണ്ണത്തെ അവിടെ കണക്കാക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ട്. ഫ്ലോ ചാർട്ട് ഫോർ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് കേട്ടോ. ഇനി ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ്സിനെ പറ്റിയുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഈ ഫ്ലോ ചാർട്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഫ്ലോ ചാർട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇതൊരു ഓർഗാനോഗ്രാം പോലെയാണ്. ഓക്കെ, നമ്മൾ ബ്ലഡ് ബാങ്കിൽ പഠിച്ചില്ലേ എന്നതുപോലെ ഇതൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. നോക്കൂ, ഏറ്റവും ടോപ്പിൽ ആരാണ് നോക്കിയേ? ഡയറക്ടർ ആണ്. ഏറ്റവും ടോപ്പിൽ ആരാണ് വരുന്നത്? ഡയറക്ടർ ആണ്. ഡയറക്ടർ എന്ന് പറയുമ്പോൾ മിക്കവാറും അതൊരു ഡോക്ടർ തന്നെയായിരിക്കും കേട്ടോ. ഡോക്ടർ ഹു പ്രൊവൈഡ്സ് ദ ഗൈഡ് ലൈൻസ് ആൻഡ് സൂപ്പർവിഷൻ ഫോർ ദ യൂസസ് ഓഫ് മെഡിസിൻ ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റും കൊടുക്കുന്ന ഒരു ഫിസിഷ്യൻ തന്നെയായിരിക്കും ഒരു ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പില് ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നത്
സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റ് ആണ്, അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് എന്ന് പറയുന്ന ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ. ചീഫ് ഫാർമസിസ്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ യോഗ്യത എന്താന്ന് നോക്കിയേ, എംഫാം ആണ് കേട്ടോ. എംഫാം ആണ് ഉള്ളത് യോഗ്യത. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും, ഹു മാനേജസ് ദ എൻറ്റയർ ഫാർമസി. ആ ഒരു മുഴുവൻ ഫാർമസിയെ മാനേജ് ചെയ്യുന്ന ഒരു സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും കേട്ടോ. അദ്ദേഹമാണ് ചീഫ് ഫാർമസിസ്റ്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കി വെക്കുക, എംഫാം ആണ് കേട്ടോ. എംഫാം ആണ് അദ്ദേഹത്തിന്റെ യോഗ്യതയായിട്ട് വരുന്നത്. ഇനി ഈ പറയുന്ന ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിലായിട്ട് 4 വിഭാഗം ഫാർമസിസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, 4 വിഭാഗം ഫാർമസിസ്റ്റുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ഫാർമസിസ്റ്റ്, ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിസ്റ്റ്. അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കി, ബി ഫാം ആണ് പറയുന്നത് കേട്ടോ. ബി ഫാം ആണ് കേട്ടോ. ബി ഫാം. എന്തൊക്കെ ഫാർമസി? എം ഫാം ഉണ്ട്, ബി ഫാം ഉണ്ട്, ബി ഫാം ഉണ്ട്, ഫാം ഡി ഉണ്ട്. ഓക്കെ, ബി ഫാം എന്ന് വെച്ചാൽ ശരിക്കും ബാച്ചുലർ ആണ്, ബാച്ചുലർ ഓഫ് ഫാർമസി ആ രീതിയിലാണ് കേട്ടോ. അപ്പൊ ബി ഫാം യോഗ്യതയുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് എവിടെ ഉണ്ടായിരിക്കേണ്ടത്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമത്തത് ഫാർമസിസ്റ്റ് ഇൻ മെഡിക്കൽ സ്റ്റോർ കേട്ടോ. മെഡിക്കൽ സ്റ്റോർ അല്ലെ, ഈ പറയുന്ന ഫാർമസി മെഡിക്കൽ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ, മെഡിക്കൽ സ്റ്റോർ മാനേജ് ചെയ്യുന്നതിനായിട്ടും ഫാർമസിസ്റ്റ് വേണം. അപ്പൊ അദ്ദേഹത്തിന്റെ യോഗ്യത അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ അത് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം തന്നെയാണ് കേട്ടോ യോഗ്യത. അല്ലെങ്കിൽ ബി ഫാം ആണ് അല്ലെങ്കിൽ ഡി ഫാം, ഡിപ്ലോമ ഇൻ ഫാർമസി കേട്ടോ. ഡി ഫാം 2 യോഗ്യതയും അതിൽ പറയാം കേട്ടോ. രണ്ടും വേണ്ട, ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. അല്ലെങ്കിൽ ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആണ്. അടുത്തത് നോക്കിയേ, 2 ഫാർമസിസ്റ്റ്. ബി ഫാം ഓർ ഡി ഫാം ഡിസ്പെൻസിങ് തന്നെയാണ് കേട്ടോ. അതായത് മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നതിനായിട്ട് 2 ഫാർമസിസ്റ്റുകൾ. യോഗ്യത എന്താണ്? ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ദ ക്വാളിറ്റി കൺട്രോൾ. അതായത് ഈ മരുന്നുകളുടെ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പാക്കുന്നതിനായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റുകൾ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ യോഗ്യത എന്തായിരിക്കും? എം ഫാം ആയിരിക്കും അല്ലെ. എം ഫാം ആയിരിക്കും. മാസ്റ്റർ അല്ലെ, മാസ്റ്റർ ഓഫ് ഫാർമസി എം ഫാം ആയിരിക്കും കേട്ടോ. എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് കൊണ്ട്? ക്വാളിറ്റി കൺട്രോൾ. അതായത് നമ്മുടെ മരുന്നുകളുടെ ആ ഒരു ക്വാളിറ്റി നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, മീൻസ് എം ഫാം ആണ് കേട്ടോ. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വരുന്നത് ആരാണ്? ഡയറക്ടർ ആണ്. ഡയറക്ടർ എന്ന് പറയുന്നത് ഫിസിഷ്യൻ തന്നെയാണ്, ഹു പ്രൊവൈഡ്സ് ദ ഗൈഡ് ലൈൻസ് ആൻഡ് സൂപ്പർവിഷൻ എന്തിനാണ്? ഫോർ ദ മെഡിക്കൽ യൂസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ആരാണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, അറിഞ്ഞിരുന്നാൽ മതി. ടോപ്പിൽ ഡയറക്ടർ ആണ്. ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ മരുന്നുകളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയായിരിക്കും ഡയറക്ടർ. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആര് വരുന്നത്? ചീഫ് ഫാർമസിസ്റ്റ് വരുന്നത്. അദ്ദേഹം തന്നെ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ആണ്. എം ഫാം ആണ് യോഗ്യത. അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും, ഹു മാനേജസ് ദ എൻറ്റയർ ഫാർമസി. മുഴുവൻ ഫാർമസി മാനേജ് ചെയ്യുന്നത് ഈ ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. എം ഫാം ആണ് യോഗ്യത. അദ്ദേഹത്തിന് കീഴിലായിട്ട് 4 വിഭാഗമാണ്. ഒന്ന് ഫാർമസിസ്റ്റ് ഇൻ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. യോഗ്യത എന്താണ്? ബി ഫാം ആണ്. പിന്നെ ഫാർമസിസ്റ്റ് ഇൻ മെഡിക്കൽ സ്റ്റോർ. പിന്നെ 2 ഫാർമസിസ്റ്റുകൾ, 2 ഫാർമസിസ്റ്റുകൾ ഡിസ്പെൻസിങ്ങിനായിട്ട്, വിതരണത്തിനായിട്ട്. അതിന്റെ യോഗ്യത ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആണ് പറയുന്നത്. പിന്നെ ക്വാളിറ്റി കൺട്രോളിനായിട്ട് ഒരു ഫാർമസിസ്റ്റ്, അതിന്റെ യോഗ്യത പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, എം ഫാം ആണ് കേട്ടോ. ഇത്രയും ഓക്കെ ആണോ? മനസ്സിലായോ? പിന്നെ വേണമെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നേക്കാം. ഇവിടെ ഒരു ഫാർമസിസ്റ്റ് പറയുന്നുണ്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതായത് മരുന്ന് വിതരണ ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിസ്റ്റ്. ഇവിടെ 2 ഫാർമസിസ്റ്റും പറയുന്നത് ഡിസ്പെൻസിങ് തന്നെയാണ്, അതും വിതരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവ തമ്മിൽ എന്താ വ്യത്യാസം എന്നൊരു അല്ലെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. വെച്ചാൽ അവിടെ ഡെലിവർ ദ ഡ്രഗ്സ്, പിന്നെ എൻറ്റയർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അവരൊരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മൊത്തത്തിലുള്ള മരുന്നുകളുടെ വിതരണം ചെയ്യുന്ന ഫാർമസി, അതാണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെലിവർ ദ ഡ്രഗ് ടു ദ എൻറ്റയർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ആ മുഴുവൻ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ട് മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇവിടെ ഡിസ്പെൻസിംഗ് എന്ന് പറഞ്ഞ വിതരണമാണ്. അത് ഉദ്ദേശിക്കുന്നത് ഡെലിവറി ഓഫ് ഡ്രഗ്സ് ടു ദ പേഷ്യൻസ് ആണ്. അതായത് നമ്മൾ ഓരോ പേഷ്യൻസിനായിട്ട് നമ്മൾ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഫാർമസിന്ന് ആ ഡിസ്പെൻസിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ 2 ഫാർമസിസ്റ്റുകളെങ്കിലും
ഉണ്ടായിരിക്കും. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കേൾക്കുമ്പോഴും ഡിസ്പെൻസറി എന്ന് കേൾക്കുമ്പോഴും രണ്ടും വിതരണം തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, യോഗ്യതകളൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഒരു കാര്യം ഓർക്കുക, ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫുൾ ഫാർമസിനെ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അത്യാവശ്യം ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പൊ എംഫാം യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഈ പറയുന്ന മരുന്നുകളുടെ ആ ഒരു എന്താ പറയാ നിലവാര നിയന്ത്രണം അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. സോ അതിനും അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ അതിനും എംഫാം ആണ് എടുക്കുക കേട്ടോ. ബാക്കിയുള്ളതിന് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം യോഗ്യതയാണ് പറഞ്ഞത് കേട്ടോ. ഇനി വേറൊരെണ്ണുണ്ട്, ഫാം ഡി എന്ന് പറഞ്ഞിട്ട്. അതും മാറിപ്പോകരുത് കേട്ടോ. ഡി ഫാം എന്ന് പറയുന്നതും ഫാം ഡി എന്ന് പറയുന്നതും രണ്ടാണ്, വ്യത്യാസമുണ്ട് കേട്ടോ. ഡി ഫാം എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. ഫാം ഡി എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് എന്താണ് ഫാർമസി ആണ് കേട്ടോ. അത് കുറച്ചും കൂടെ ഒരുപാട് ഹൈ ക്വാളിറ്റിയാണ്, റിസർച്ച് ഒക്കെ രീതിയിൽ ചെയ്യില്ലേ, അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ സ്റ്റാഫിനെ പറ്റി മനസ്സിലാക്കി. ഇനി നമ്മളൊരു കമ്മിറ്റി ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിലെ ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അല്ലെ. ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ് പറയുക. ആ കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിന് ചെയർമാനും സെക്രട്ടറിയൊക്കെ ആരാണെന്ന് നമുക്ക് എടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അല്ലെങ്കിൽ ഹു ഈസ് ദ സെക്രട്ടറി ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ആരാണ് ഈ ഒരു ചെയർമാൻ സ്ഥാനം എടുക്കുന്നത്, ആരൊക്കെയാണ് സെക്രട്ടറി, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ സൂപ്രണ്ടന്റ് ആരാണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. ഏത് കമ്മിറ്റിയുടെ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കും കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഓൾ HODs, ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുകളും ഈ ഒരു കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും, മെമ്പർ ആയിരിക്കും കേട്ടോ, അംഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്തായിരിക്കും? അവരും ഒരു മെമ്പർ ആയിരിക്കും കേട്ടോ, കമ്മിറ്റിയുടെ മെമ്പർ ആയിരിക്കും. ചീഫ് ഫാർമസിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എംഫാം യോഗ്യതയുള്ള ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും ഈ ഒരു കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ മെമ്പർ അല്ല കൂടുതൽ ചോദിക്കാൻ സാധ്യത, ചെയർമാനും സെക്രട്ടറി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചെയർമാൻ ആരായിരിക്കും? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും. ഓക്കെ, സെക്രട്ടറി ആരായിരിക്കും? അത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? അത് ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, മുൻവർഷ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ നമ്മള് സ്റ്റാഫിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ സ്റ്റാഫിങ്ങിനെ പറ്റി ഇത്രയും ഓർത്താൽ മതി. ഒരു ഫാർമസിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബെഡ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ആ ടാബുലർ കോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ടോപ്പിലെ ഡയറക്ടർ ആണ്, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ വരുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അവരുടെ യോഗ്യത എംഫാം ആണ്. അതിന് കീഴിലായിട്ട് 4 വിഭാഗം ഫാർമസിസ്റ്റുകൾ. ഒന്ന് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഫാർമസിസ്റ്റ്, ബി ഫാം ആണ് യോഗ്യത പറയുന്നത്. പിന്നെ മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റ് യോഗ്യത പറഞ്ഞിട്ടില്ല, പക്ഷെ ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം തന്നെയാണ് യോഗ്യത വരുന്നത്. പിന്നെ ഡ്രഗ് ഡിസ്പെൻസിങ്, നമ്മൾ പേഷ്യൻസിനായിട്ട് മരുന്ന് വിതരണം ചെയ്യേ, അവിടെ 2 ഫാർമസിസ്റ്റുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. യോഗ്യത ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആണ്. പിന്നെ വരുന്നത് ക്വാളിറ്റി കൺട്രോളിനായിട്ടുള്ള ആ ഒരു ഫാർമസിസ്റ്റ്, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആയിരിക്കും. എംഫാം യോഗ്യതയാണ് അവർക്ക് വേണ്ടത്. പിന്നെ നമ്മൾ കമ്മിറ്റിയുടെ അംഗങ്ങൾ, ചെയർമാൻ എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ടും സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും നഴ്സിംഗ് സൂപ്രണ്ട് ഇവരൊക്കെ ആ ഒരു കമ്മിറ്റിയുടെ അംഗങ്ങൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത്ര ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന കമ്മിറ്റിയുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷനുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവരവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി കേട്ടോ. അതൊന്ന് തിരുത്തണേ, ഫോർമാലിറ്റി എന്നല്ല ഫോർമുലറി എന്ന് പറഞ്ഞു കേട്ടോ. ഫോർമുലറി എടുത്തിയോ നിങ്ങൾ? ഫോർമുലറി കേട്ടോ, FORMULARY, ഫോർമുലറി. ഓക്കെ, ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. അപ്പൊ എന്താണ് ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാല്? എന്താണ് ഡ്രഗ് ഫോർമുലറി? കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് ഇറ്റ് ഇസ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ, മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ്. അതായത് ആ ഒരു ഫാർമസിയില് എന്താണ്
കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ ശരണ്യ, അപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഡ്രഗ് ഫോർമുലറി എന്താണ്? ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇറ്റ്സ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള ആരോഗ്യം ഉപയോഗിക്കാനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാക്കിന് പലയിടത്തും നിങ്ങൾ ഇനി കേൾക്കൂട്ടോ. അപ്പൊ ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉപയോഗിക്കാനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഈ ഒരു കമ്മിറ്റിയാണ് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫാർമസിയിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളുടെയും ഒരു ലിസ്റ്റ് അവരാണ് തയ്യാറാക്കുന്നത്. അതിന് ഡ്രഗ് ഫോർമുലറി എന്നാണ് ആ ലിസ്റ്റിന് നമ്മൾ പറയും. ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ, മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. അതോടൊപ്പം തന്നെ ശരിയായിട്ടുള്ള എന്താ പറയാ നിർമ്മാതാക്കളെയും വിതരണക്കാരെയൊക്കെ സെലക്ട് ചെയ്യുക. അതായത് മരുന്ന് നിർമ്മാതാക്കളെ വിതരണക്കാരെയൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, ഏത് രീതിയിലാണ് ഈ മരുന്നുകൾ പ്രൊക്യൂർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടത്, അതും കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതൊക്കെ കമ്മിറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്കറിയാം ചില മരുന്നുകൾ നമ്മൾ അവിടെ മാനുഫാക്ചർ ചെയ്യും, മറ്റു ചില മരുന്നുകൾ നമ്മൾ ഏതെങ്കിലും സപ്ലൈസിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഫംഗ്ഷനിൽ ഓൾറെഡി പറഞ്ഞു, ഫാർമസിയുടെ ഫംഗ്ഷനിൽ പറഞ്ഞു, റിലയബിൾ ആയിട്ടുള്ള സപ്ലൈസിനെ തെരഞ്ഞെടുക്കണം അല്ലെ, വളരെ വിശ്വാസ്യതയുള്ള സപ്ലൈസിനെയാണ് തെരഞ്ഞെടുക്കുക. ആ രീതിയിൽ നിർമ്മാതാക്കളെയും സപ്ലൈസിനെയൊക്കെ തെരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, അതായത് ഈ പറയുന്ന മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു രീതിയും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ പറയുന്നത് ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലിഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. പഴയ മരുന്നുകളൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് വെച്ചാൽ പഴയ മരുന്നുകളൊക്കെ റദ്ദാക്കിക്കൊണ്ട് പുതിയ മരുന്നുകളെ നമ്മൾ ഡ്രഗ് ഫോർമുലറിയിൽ ഉൾപ്പെടുത്തുക അല്ലെ. കുറെ ചിലപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പുതിയ മരുന്നുകൾ വരും, നല്ല കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള പുതിയ കുറെ മരുന്നുകൾ വരുമ്പോൾ പഴയ മരുന്നുകളൊക്കെ മാറ്റിയിട്ട് പുതിയ മരുന്നുകൾ ആ ഒരു ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യുക. പിന്നെന്താണ്, ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടായിട്ടുള്ള, അതായത് ഔട്ട് പേഷ്യൻസിനായിട്ടൊക്കെ വരുന്ന ആ മരുന്നുകൾ സപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. അത് നമുക്കറിയാലോ, ഫാർമസി സംബന്ധമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാം. കാര്യം ഫാർമസി എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്ന ഈ ഒരു കമ്മിറ്റിയാണ്. സോ ഈ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ് ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, കൃത്യമായിട്ട് അതിനെ വിലയിരുത്തുക. അതാണ് അവിടെ പറയുന്നത്, പോളിസി ഫോമിംഗ് ഫോർ ദ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. പിന്നെന്താണ്, ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി അല്ലെ, ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുക. ഫാർമസിയുടെ പ്രവർത്തനം, ഒരു ഫാർമസിയിൽ എത്ര മരുന്നുകൾ, എത്ര യൂണിറ്റ് ഡ്രഗ്സ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്, എത്ര യൂണിറ്റ് മരുന്നുകളുടെ ആവശ്യമുണ്ട്, അപ്പൊ അതിനെല്ലാത്തിനായിട്ട് എന്താ പറയുക, സപ്ലൈ കോസ്റ്റ്, മാനുഫാക്ചർ കോസ്റ്റ് എല്ലാം വരും, സ്റ്റോറേജ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതൊക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു ഫാർമസി സംബന്ധമായിട്ട് വരുന്ന എല്ലാ സാമ്പത്തികമായിട്ട് ഒരു ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഒരു കമ്മിറ്റിയാണ്. ചില ഫാർമസിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുന്നതിനായിട്ട് ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഈ പറയുന്ന കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് കേട്ടോ, ഫംഗ്ഷനാണ്. പിന്നെ വരുന്നത് ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. എന്താണ് ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം? എന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ് കേട്ടോ. അത് വന്നിട്ട് ഹെൽത്ത് പ്രൊഫഷണൽസിന് ഈ പറയുന്ന മരുന്നുകളെ പറ്റിയുള്ള എല്ലാവിധ വിവരം, വളരെ വിപുലമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഹെൽത്ത് പ്രൊഫഷണൽസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മളിപ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് പോലെ ഫാർമസി സംബന്ധമായിട്ട് മരുന്നുകളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ആക്യുറേറ്റ് ആയിട്ടുള്ള, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകൾക്ക് കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, ടു ചെക്ക് ഓഫ് ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി കേട്ടോ. ഫാർമസി റെക്കോർഡുകൾ കൃത്യമായിട്ട് വിലയിരുത്തുക, ഡ്രഗിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, മരുന്നുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. പിന്നെന്താണ്, ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ കേട്ടോ. അതായത് മരുന്നുകളുടെ സ്റ്റാൻഡേർഡ്, മരുന്നുകളുടെ നിലവാരം കൃത്യമായിട്ട്
നിലനിർത്തുക. അതായത് നമ്മൾ അതൊക്കെ ഇനി പഠിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇനി പറയുമ്പോൾ നമുക്ക് ഈ പോയിന്റ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ കൊണ്ടുവരുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഉടനടി നമ്മൾ രോഗികൾക്ക് എടുത്ത് കൊടുക്കുകയല്ല അത് ചെയ്യാം. അത് ഒരുപാട് ടെസ്റ്റിങ്ങിനൊക്കെ നമ്മൾ വിധേയമാക്കും. കാരണം അതിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മരുന്നുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിതരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ മരുന്നുകളുടെ നിലവാരം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അല്ലെ, ക്വാളിറ്റി നിയന്ത്രിക്കുക. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ മരുന്ന് ഉത്പാദിപ്പിച്ച് അതൊരു വിപണിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തുമ്പോഴായിരിക്കും പല ഇഫക്റ്റുകൾ അതിനുണ്ടാകാം അല്ലെ, പല പോരായ്മകൾ ഉണ്ടായിരിക്കാം, ചില അഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക. അതാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ആ ഒരു സംഭവം, ആ ഒരു ഡ്രഗ് നമ്മൾ ഉണ്ടാക്കി അതൊരു വിപണിയിലോട്ട്, ഒരു മാർക്കറ്റിലോട്ട് നമ്മൾ ഇറക്കുന്ന സമയത്ത് പിന്നെ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ വരുന്ന പല അഭാവങ്ങൾ ഉണ്ടായിരിക്കാം, ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്താൽ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് മരുന്നുകളുടെ നിലവാരം ക്വാളിറ്റി കൺട്രോൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ് അല്ലെ, കാലഹരണപ്പെട്ട മരുന്നുകളെയൊക്കെ എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യുക അല്ലെ, അതിനെയൊക്കെ ഒഴിവാക്കുക. അതൊക്കെ ഈ പറയുന്ന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഫോർമുലറി പ്രിപ്പയർ ചെയ്യുക, ശരിയായിട്ടുള്ള വിതരണക്കാരെയും നിർമ്മാതാക്കളെയും അതുപോലെ തന്നെ സംഭരണ രീതികളും ഒക്കെ തെരഞ്ഞെടുക്കുക. അതുപോലെ പഴയ മരുന്നുകളെ റദ്ദാക്കിക്കൊണ്ട് പുതിയ മരുന്നുകളെ ഫോർമുലറിയിൽ ആഡ് ചെയ്യുക. ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സപ്ലൈ ചെയ്യുക. പിന്നെ ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ രൂപീകരിച്ചിട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ടുള്ള ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രഗ് ഇൻഫർമേഷൻ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ എന്ന് വെച്ചാൽ നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഫാർമസി ഏറ്റവും നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രഗ് ഇൻഫർമേഷൻ സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഫാർമസി സംബന്ധമായിട്ടുള്ള റെക്കോർഡുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക, മരുന്നുകളുടെ ക്വാളിറ്റി പരിശോധിക്കുക. പിന്നെ മരുന്നുകളുടെ നിലവാരം ക്വാളിറ്റി കൺട്രോൾ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്തുക. അതുപോലെ തന്നെ കാലഹരണപ്പെട്ട മരുന്നുകളെ ഡിസ്പോസ് ചെയ്യുക. ഇതൊക്കെ ഈ പറയുന്ന കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? അടുത്തത് നിങ്ങളോട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയില് ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷനില് ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ഫാർമസിയുടെ ഫംഗ്ഷനും പഠിക്കുന്നുണ്ട്, കമ്മിറ്റിയുടെ ഫംഗ്ഷനും പഠിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഒരു ഫാർമസിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഈ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കേണ്ടത് ഫാർമസിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ അത് അതിന്റെ ഫംഗ്ഷൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ ഫോർമുലറി ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഫോർമുലറി നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. ഡ്രഗ് ഫോർമുലറിയെ പറ്റി പറഞ്ഞില്ലേ? എന്താണ് ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ്. ആ ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറി അഥവാ ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയ വലിയ പോയിന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില ജനറൽ കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കുക. No hospital pharmacy can perhaps stop every medication that its concerned doctor may want to prescribe for their patients who are hospitalized. അതൊരു വലിയൊരു ഫാക്റ്റ് ആണ് പറയുന്നത്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട രോഗികൾക്ക് ഒരു ഡോക്ടർ എഴുതാൻ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാനായിട്ട് എന്തിനു സാധിക്കില്ല? ഫാർമസിക്ക് സാധിക്കും അല്ലെ. ഒരു ഡോക്ടർക്ക് ഇതിന്റെ മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന മരുന്നുകൾക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന രോഗികൾക്ക് ഒരു ഡോക്ടർ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും ഒരു ഫാർമസിയിൽ എന്ത് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല? സ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരും. ഓക്കെ, പിന്നെ പറയുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ദ മെഡിക്കേഷൻസ് that the hospital pharmacy stocks along with the information about each medication. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, കാരണം ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത് ആരാണ്? ഈ ഒരു കമ്മിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത് ഓരോ മരുന്നുകളുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടെ ആ ഒരു ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള എല്ലാ മരുന്നുകളുടെയും ലിസ്റ്റ് ആരുടെ കൈവശം ഉണ്ടായിരിക്കും? ഈ പറയുന്ന കമ്മിറ്റിയുടെ കൈവശം ഉണ്ടായിരിക്കും. കാരണം ഈ കമ്മിറ്റിയാണ് അങ്ങനെ ഒരു ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് കൂടെ പറഞ്ഞൊരു ഫോർമുലയാണ് അല്ലെ. അപ്പൊ എല്ലാ ഓരോ മരുന്നുകളുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടെ എന്താണ് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള എല്ലാ മരുന്നുകളുടെയും ആ ഒരു ലിസ്റ്റ്
ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കൈവശം ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ദ കമ്മിറ്റി ദാറ്റ് കളക്ട്സ് ദ ഇൻഫർമേഷൻ about the hospital formulary meets regularly to make the changes as necessary. അപ്പൊ എന്തെന്ന് വെച്ചാല് ഈ ഒരു ഡ്രഗ് ഫോർമുലറി, ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ നിന്നുള്ള ഇൻഫർമേഷൻസുകളെല്ലാം തന്നെ ഈ ഒരു കമ്മിറ്റി കളക്ട് ചെയ്യുകയും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് എന്താണ് റെഗുലർ ആയിട്ടുള്ള മീറ്റിങ്ങുകളും അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്കറിയാലോ അവിടെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് പുതിയ മരുന്നുകൾ ആഡ് ചെയ്യുന്നു, പഴയ പല മരുന്നുകൾ റദ്ദാക്കുന്നു. ഓരോ ദിവസത്തിലും പല പല മാറ്റങ്ങൾ വരും. ഈ ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പഴയ ചില മരുന്നുകൾ മാറ്റും, എന്നിട്ട് പുതിയ ചില മരുന്നുകൾ നമ്മൾ അവിടെ ആഡ് ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരാം. ആ രീതിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് എന്ത് ചെയ്യുന്നു, റെഗുലർ ആയിട്ടുള്ള മീറ്റിങ്ങുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കമ്മിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത 2 പോയിന്റ് ഉണ്ടല്ലോ, അടുത്ത 2 പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത 2 പോയിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം, ഒന്ന് ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻസ് ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ ടു ട്രീറ്റ് എ ഗിവൺ സിംപ്റ്റം ഓർ കണ്ടീഷൻ. They also check it to ensure that they do not prescribe medications that can cause perilous interactions with the other medications. അതായത് ഒരു ഡ്രഗ് ഫോർമുലറി എങ്ങനെയാണ് ഒരു ഡോക്ടറിന് ഹെൽപ്ഫുൾ ആവുന്നത് എന്നൊരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒരു ഡ്രഗ് ഫോർമുലറി ഒരു ഡോക്ടേഴ്സിന് എങ്ങനെയാണ് അത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻസ് ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ ടു ട്രീറ്റ് എ ഗിവൺ സിംപ്റ്റം ഓർ കണ്ടീഷൻ. അതായത് ഇപ്പൊ ഒരു രോഗിയുടെ ഒരു രോഗത്തെയോ അല്ലെങ്കിൽ ഒരു രോഗലക്ഷണത്തെയോ ചികിത്സിക്കുന്നതിന് ഏതൊക്കെ മരുന്നുകളാണ് ആ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് ഒരു ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ഡ്രഗ് ഫോർമുലറിയാണ്. മനസ്സിലായോ പറഞ്ഞത്? അതായത് നമുക്കൊരു രോഗത്തിനൊക്കെ ഒരു രോഗലക്ഷണമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു രോഗത്തെ ചികിത്സിക്കുന്നതിനായിട്ട് ഏതൊക്കെ മരുന്നുകളാണ് ആ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് ഡോക്ടർ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഡ്രഗ് ഫോർമുലറിയാണ്. കാര്യം ആ ഡ്രഗ് ഫോർമുലറി പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ആ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്കിലുണ്ട്, നിലവിലുണ്ട് എന്നുള്ളത് ഡോക്ടേഴ്സിന് അറിയാനായിട്ട് പറ്റും. അത് ഒരു രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഹെൽപ്പ് എന്താന്ന് വെച്ചാൽ they also check it to ensure that they do not prescribe medication that can cause a perilous interaction with other medication. എന്താണ് പെരിലസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? പെരിലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, അപകടകരമായിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എഴുതി വെക്കാത്ത അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം. പെരിലസ് എന്ന് പറഞ്ഞാല് ഡേഞ്ചറസ് ആയിട്ടുള്ളത്, പ്രതികൂലമായിട്ടുള്ളത്, അപകടകരമായിട്ടുള്ളത് കേട്ടോ. അതായത് മറ്റുള്ള മരുന്നുകളുടെ ഇടപെടലുമായിട്ട് മറ്റുള്ള മരുന്നുകളുടെ ഇടപെടലുകൾ മൂലം എന്താണ് ഈ പറയുന്ന പ്രതികൂല സംഭവങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകള് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഡോക്ടറെ സഹായിക്കുന്നത് ഡ്രഗ് ഫോർമുലറിയാണ്. ഇപ്പൊ ചില മരുന്നുകള് നമ്മൾ മറ്റു പല മരുന്നുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഒരു രോഗി തന്നെ ചിലപ്പോൾ ഒരു 3-4 മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം. അപ്പൊ അതിൽ തന്നെ ചില മരുന്നുകൾ പരസ്പരം എന്ത് ചെയ്യും, ഇന്ററാക്ട് ചെയ്യും. ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ വല്ല മോശം ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ സാധാരണ നമ്മുടെ ഡോക്ടേഴ്സ് മരുന്നിന്റെ എഴുതി തരുമ്പോൾ ചില മരുന്നുകൾ നമ്മളോട് പറയില്ലേ, ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് കഴിക്കണം എന്നൊക്കെ പറയും. ഗ്യാസിന്റെ മരുന്നായിരിക്കും. കാര്യം പിന്നീട് നമ്മൾ ഭക്ഷണശേഷം കഴിക്കുന്ന പല മരുന്നുകളും ചിലപ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്ന മരുന്നുകളായിരിക്കാം. അപ്പൊ ആ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ഓൾറെഡി ഭക്ഷണത്തിന് മുന്നായിട്ട് നമ്മൾ എന്താ പറയുക ഗ്യാസ് വരാതിരിക്കാനുള്ള മരുന്നുകൾ നമുക്ക് എഴുതുന്നത്. അപ്പൊ ചില മരുന്നുകൾ നമ്മൾ ഒരുമിച്ചൊക്കെ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യും. അതാണ് പറയുന്നത് മറ്റുള്ള മരുന്നുകളുടെ ഇടപെടലുകൾ മൂലം എന്താണ് പറയുക ദോഷമുണ്ടാക്കുന്ന മരുന്നുകൾ എഴുതുന്നില്ല എന്ന് ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഡോക്ടറെ സഹായിക്കുന്നത് ഈ ഒരു ഡ്രഗ് ഫോർമുലറി ആയിരിക്കും. ഏതൊക്കെ രീതിയിലാണ് സഹായിക്കുന്നത്? ഒന്ന്, ഏതെങ്കിലും ഒരു രോഗത്തിന് രോഗലക്ഷണത്തിന് ചികിത്സിക്കാനായിട്ട് ഏതൊക്കെ മരുന്നുകൾ അവിടെ ലഭ്യമാണെന്ന് കണ്ടെത്താനായിട്ട് ഡ്രഗ് ഫോർമുലറി സഹായിക്കുന്നുണ്ട്. മറ്റൊരു സഹായം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മരുന്നുകളുടെ ഇടപെടലുകൾ മൂലം പ്രതിപ്രവർത്തനം ഉണ്ടാക്കുന്ന മരുന്നുകൾ ഒന്നും തന്നെ എഴുതുന്നില്ല, പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനും ഡോക്ടറെ സഹായിക്കുന്നത് ഈ ഒരു ഡ്രഗ് ഫോർമുലറിയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് the committee select the medications based on their effectiveness, their cost and the need for them at each particular hospital. അതായത് ഓരോ പർട്ടിക്കുലർ ഹോസ്പിറ്റലും ആവശ്യമായിട്ടുള്ള മരുന്നുകള്
അവർ സെലക്ട് ചെയ്യുന്നത്, ഈ ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദർ ഇഫക്റ്റീവ്നെസ്. ഒന്ന് മരുന്നുകളുടെ ആ ഒരു ഇഫക്റ്റീവ്നെസ്, അതിന്റെ കാര്യക്ഷമത, അതിന്റെ കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, ഫാക്ടറാണ്. ഈ മരുന്നുകളുടെ കോസ്റ്റ്, അതിന്റെ വില, അതിന്റെ ഒരു കാര്യക്ഷമത, ഇഫക്റ്റീവ്നെസ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കമ്മിറ്റി എന്തിനെ തെരഞ്ഞെടുക്കുന്നത്? മരുന്നുകളെ സെലക്ട് ചെയ്ത് ആ ഒരു ഡ്രഗ് ഫോർമുലയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതിൽ വലിയ വലിയ പോയിന്റുകളൊന്നും പഠിക്കാനില്ല കേട്ടോ. ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് ഫോർമുലറി എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഫോർമുലറിയില് എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ഡോക്ടർ പേഷ്യൻസിന് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും ഫാർമസിയില് സ്റ്റോക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ മാത്രമല്ല, ഇത് കമ്മിറ്റിയാണ് ഈ ഒരു ഫോർമുലറി തയ്യാറാക്കുന്നത്. ഓക്കെ, അതും ഓരോ മരുന്നുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കംപ്ലീറ്റ് മരുന്നുകളുടെ ലിസ്റ്റ് ആരുടെ കൈവശം ഉണ്ടായിരിക്കും? ഈ ഒരു കമ്മിറ്റിയുടെ കൈവശം ഉണ്ടായിരിക്കും. ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് അവർ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഡെയിലി അവർ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സിന് അത് സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു കമ്മിറ്റി എങ്ങനെയാണ് ഈ മരുന്നുകൾ തെരഞ്ഞെടുക്കുന്നത്? അതിന്റെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ കാര്യക്ഷമത, അല്ലെ അതിന്റെ കോസ്റ്റ്, അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കമ്മിറ്റി മരുന്നുകളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ. ഡ്രഗ്സിന്റെ ഇന്റന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ 2 പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ബാക്കി പോയിന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്റന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ശരിക്കും? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിക്വസ്റ്റിംഗ്, ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് എന്താ പറയാ, റിക്വസ്റ്റിംഗ് ദ ഡ്രഗ്സ് ഓർ സപ്ലൈസ്. നമ്മളൊരു ഡ്രഗിന് വേണ്ടിയിട്ട്, ഒരു മരുന്നിന് നമ്മൾ ഒരു സപ്ലൈസിനോട് മരുന്നിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിക്വസിഷൻ ഫോർ ദ ഡ്രഗ്സ് ആണ് കേട്ടോ. അതായത് ഈ മരുന്നുകൾ റിക്വസ്റ്റ് ചെയ്യാണ് നമ്മൾ. പ്രത്യേകിച്ച് നമ്മൾ അറിയാലോ, ചില മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യും, പക്ഷെ മറ്റുള്ള മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈസിന് വാങ്ങുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ മരുന്നുകൾ റിക്വസിഷൻ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്റന്റ് ചെയ്യാം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ പൊതുവായി ഇന്റന്റ് ചെയ്യാം എന്നാണ് പറയുക. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്, എന്നാൽ ഇന്റന്റ് കൊടുക്കാം, ഇന്റന്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിക്വസിഷൻ ഫോർ ദ ഡ്രഗ്സ് ഓഫ് സപ്ലൈസ്. ഡ്രഗ്സ് അല്ലെങ്കിൽ സപ്ലൈസ് ഒരു റിക്വസിഷൻ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് മരുന്നുകളുടെ ഇന്റന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ. അതിനെ പറ്റിയാണല്ലോ അവിടെ പറയുന്നത്. അതിൽ കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദ ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ 250 to 300 drugs. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ദ ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ 250 to 300 drugs. ഏകദേശം ഒരു 250 തൊട്ട് 300 മരുന്നുകൾ ഉൾപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഫോർമുലറി നിർബന്ധമായിട്ടും ഒരു ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അത്രയെങ്കിലും മരുന്നുകൾ, അതായത് 250 മുതൽ 300 മരുന്നുകൾ ഉൾപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി, ഒരു ഡ്രഗ് ഫോർമുലറി ഏതൊരു ഹോസ്പിറ്റൽ ഫാർമസിയിലും മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും മതി കേട്ടോ. അടുത്ത പോയിന്റ് തൊട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. കൂടുതൽ ബോറടിക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നാളെ മുതൽ ക്ലാസ് ഉണ്ടോ മാം? വെള്ളിയാഴ്ചയൊക്കെ? വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ ക്ലാസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു ഡൗട്ട് ചോദിക്കില്ല, മറ്റേ ഹോസ്പിറ്റൽ ഫോർമുലേറ്ററിന് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ വരുമോ? എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലേറ്ററി എന്ന് പറഞ്ഞിപ്പോ മാം എടുത്തില്ലേ നേരത്തെ എടുത്ത ആ പാരഗ്രാഫ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വല്ലതും വരാൻ ചാൻസ് ഉണ്ടോ? അത് പറയാൻ പറ്റില്ല. പക്ഷെ ഇതില് ഒരുപാട് പോയിന്റ് ഒന്നും പറയുന്നില്ല. ഡോക്ടേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ കമ്മിറ്റി എന്തിന്റെ ബേസിലാണ് ആ ഒരു
ഡ്രഗ്സിനെ സെലക്ട് ചെയ്യുന്നത്, ഇഫക്റ്റീവ്നെസ്സിനെയും കോസ്റ്റിനെയും, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ഒരു മരുന്നിന്റെ എന്തോ മനസ്സിലാക്കിയിരുന്നാ മതിയോ അത് പോയിന്റ്സ് ഒക്കെ? മതി മതി കേട്ടാ, മനസ്സിലാക്കിയിരുന്നാ മതി. നിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാര്യങ്ങളെ പറ്റി നിങ്ങൾ എല്ലാം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടാ. ഓക്കെ, ചോദ്യം വായിച്ചതിനനുസരിച്ച് ഒബ്ജക്റ്റീവ് ആണ് കേട്ടാ. ഓക്കെ മാം. താങ്ക് യു.